ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കാച്ചിയ എണ്ണയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പം അതിലേക്ക് ആവശ്യമായത് നമ്മൾ പറിക്കാനായിട്ട് പോവാണ്. നമ്മുടെ പറമ്പിലുണ്ട് എല്ലാ സാധനങ്ങളും. അപ്പോൾ അത് പറിക്കാനായിട്ട് പോവാണ് കേട്ടോ. സമയത്താണ് കുറച്ച് ചീരാമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ബോഗൺവില്ലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് ഇങ്ങനെ വീഡിയോ എടുത്ത് വന്നതാണ് കേട്ടോ. അപ്പുറത്ത് നമ്മ ഓരോ സാധനങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിനുള്ളിലൂടെ കാണുന്ന അമ്മേനെയാണ് കേട്ടോ. അമ്മ ഓരോന്ന് പറിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന്. അങ്ങനെ തുളസിയൊക്കെ പറിച്ചെടുക്കണം. നമുക്കിവിടെ ഒരുപാട് തുളസി ഇങ്ങനെ പൊട്ടി മുളച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്ന് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കറിവേപ്പിലയാണ്. ഇത് നമുക്ക് ഇതിനുള്ള ആവശ്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് അമ്മ കഴുകി എടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമുക്ക് വേണ്ട ഇതൊക്കെ ഒന്ന് കുത്തിയെടുക്കണം. ഉരലിലാണ് ഏറ്റവും സുഖം കേട്ടോ, എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കുത്തിയെടുക്കാം. പക്ഷെ നമുക്ക് ഉരലില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ചെറുതെടുത്തത്. പിന്നെ ഉള്ളിൽ നിന്ന് കുത്തിയിട്ട് നമ്മൾ വിചാരിച്ചു അവിടെയൊക്കെ ഉള്ളിൽ വൃത്തിയുടെ അടുക്കളയൊക്കെ വൃത്തിയേടാവുന്നില്ല. അപ്പോൾ നമുക്ക് വിചാരിച്ചു പുറത്തുനിന്ന് ചെയ്യാമെന്ന്. പുറത്ത് നമുക്ക് കുറച്ചൊരു സൗകര്യപ്രദമാണ്, അതുകൊണ്ട് പുറത്തുനിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോന്നായിട്ട് അമ്മ ഇങ്ങനെ കുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നന്നായിട്ടൊന്ന് ചതഞ്ഞ് വരണം, നല്ല പേസ്റ്റ് രൂപത്തിലാവണം. ഇതൊരു ഉണക്കനെല്ലിക്ക ഉണ്ടായിരുന്നു. നമ്മളത് ആഡ് ചെയ്യാറില്ല, ഉണ്ടെങ്കിൽ മാത്രമേ ഇടാറുള്ളൂ. പക്ഷെ അത് നല്ലതാണ് കേട്ടോ, മുടിക്കൊക്കെ നല്ലതാണ്. പിന്നെ അതിന് ശേഷം ചെമ്പരത്തിപ്പൂവാണ്. ചെമ്പരത്തിപ്പൂ എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. ഇതൊക്കെ അമ്മ ചെറുതാക്കി അരിഞ്ഞിടുന്നുണ്ട് അതിലോട്ട്. നമ്മൾ അടുപ്പിൽ തന്നെയാണ്, വിറകടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. ഗ്യാസിൽ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും വിറകടുപ്പിൽ ഉണ്ടാക്കുന്നതാണ് കുറച്ച് ബെറ്റർ. അങ്ങനെ അതൊക്കെ അമ്മ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുറുകിയെടുത്ത് വരണം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ. നന്നായിട്ട് കുറുകി വറ്റി ഈ മരുന്നൊക്കെ ഒന്ന് സെറ്റായി വന്ന് നന്നായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കി വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, നല്ല രീതിക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഇരുമ്പ് ചീഞ്ചട്ടി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്നാവും കേട്ടോ. നമ്മുടെ ഈ ചെമ്പരത്തിപ്പൂവൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങ് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. കാച്ചിയ എണ്ണയ്ക്ക് ഒരു അടിപൊളി സ്മെല്ലാണ്. ഈ എല്ലാ മരുന്ന് കൂട്ടുകളും എല്ലാം കൂടി വരുന്ന സമയത്ത് നല്ല അടിപൊളി സ്മെല്ലാണ്. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ചെമ്പരത്തിപ്പൂവിൻ്റെ കളറൊക്കെ മാറിയത് കണ്ടില്ലേ? ആ ചെമ്പരത്തിപ്പൂവും അതിൻ്റെ മരുന്നുകളും എല്ലാം കൂടെ അതിൽ യോജിച്ച് വരുന്ന സമയത്ത് ഒരു പ്രത്യേക സ്മെല്ലാണ് കിട്ടുന്നത്. ഇളക്കാൻ മറന്നു പോകരുത്, അടി നന്നായിട്ട് ഇളക്കണം. ഇരുമ്പ് ചീഞ്ചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇതൊക്കെ സെറ്റായിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ കുപ്പിയിലേക്ക് ആക്കുന്നത് കേട്ടോ. വളരെ കുറച്ചുണ്ട്, നമുക്കിവിടെ കുറച്ച് പേരേ ഉള്ളൂ. എല്ലാവരും അങ്ങനെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറില്ല, കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ അമ്മ അത് നന്നായിട്ട് കുപ്പിയിലേക്ക് ആക്കുന്നുണ്ട്. ഇത് പ്ലാവിൻ്റെ ഇലയാണോ, പ്ലാവിൻ്റെ ഇല ഇങ്ങനെ കുമ്പിളാക്കിയിട്ട് അങ്ങനെ ആക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. നല്ല രീതിയിൽ നമുക്ക് ആക്കാനായിട്ട് പറ്റും. അങ്ങനെ അമ്മ അതൊക്കെ കുപ്പിയിലേക്ക് ആക്കിയെടുക്കുന്നുണ്ട്. ഇത്രയും വെളിച്ചെണ്ണ കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്.